മറ്റൊരു ചികിത്സാ പിഴവ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അത് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ്. ശസ്ത്രക്രിയയ്ക്കിടെ 9 വയസ്സുകാരൻ മരണപ്പെട്ടു. വേടകം സ്വദേശി അഷ്റഫിന്റെ മകൻ ഇയാസാണ് മരിച്ചത്. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്നാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഇന്നലെ രാത്രി 8:30 ഇയാസിനെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. കുടൽ സംബന്ധമായ രോഗമായിരുന്നു ഇയാസിന്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ളൊരു ശസ്ത്രക്രിയ നടത്തണമെന്നതായിരുന്നു ഡോക്ടർമാർ രക്ഷിതാക്കൾക്ക് നൽകിയ നിർദ്ദേശം. അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ കുട്ടി 8 മണിയോടുകൂടി ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് അനസ്തേഷ്യ അടക്കം നൽകിയ ശേഷമാണ് കുട്ടിക്ക് ശസ്ത്രക്രിയ നടക്കുന്നത്. എന്നാൽ ശസ്ത്രക്രിയയുടെ മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം കുട്ടിക്ക് ഹൃദയാഘാതം വരികയായിരുന്നുവെന്നും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ആയില്ല എന്നതുമാണ് ഡോക്ടർമാർ രക്ഷിതാക്കളെയും നാട്ടുകാരെയും അറിയിച്ചത്. അതേ തുടർന്ന് വലിയ രീതിയിലുണ്ടായ പ്രതിഷേധമുണ്ടായി. ഇന്നലെ രാവിലെ ഞാൻ കൊടുന്നതാണ്. അപ്പോൾ ഇന്നാണ് ഡേറ്റ് തന്നത്. അപ്പോൾ അനസ്തേഷ്യ ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു അരക്ക് താഴെ ചെറുത് അനസ്തേഷ്യ ചെയ്താൽ മതി, ഫുള്ള് വേണമെന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ കൊണ്ടുവന്ന് കുറച്ച് കഴിയുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് അനസ്തേഷ്യ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ കൈക്കൂലി കൂടി ഇവരോട് വാങ്ങാൻ ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ വാങ്ങിയിരുന്നു എന്നടക്കമുള്ള ഒരു ആരോപണം കൂടി ഇതിന് സമാനമായി ഉയർന്നിരുന്നു. അതുകൂടി ആയപ്പോൾ തന്നെ ആളുകൾ വലിയ രോഷാകുലരാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു. അനസ്തേഷ്യ ഡോക്ടർ കോഴ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അതൊരു ഗൗരവമുള്ള വിഷയമാണ്. കാരണം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയിൽ ഇത്തരം സംഭവങ്ങൾ ഏതെങ്കിലും ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നോ ഉണ്ടെങ്കിൽ അത് കർശനമായി വിലക്കേണ്ടതും നടപടി സ്വീകരിക്കേണ്ടതുമാണ്. കുട്ടിയുടെ മരണം സംഭവിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ സാധാരണ ആ ഒരു നടപടി ഈ ക്രമം അനുസരിച്ച് തന്നെ കാസർഗോഡ് ടൗൺ പോലീസിൽ ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി അസ്വാഭാവികമായ മരണത്തിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇപ്പോൾ രക്ഷിതാക്കളുടെ അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഒരു ചികിത്സാ പിഴവെന്നുള്ള ആരോപണം ബന്ധുക്കൾക്കിടയിലുണ്ടെങ്കിലും അതൊരു പരാതിയായി ഒരിക്കലും മുന്നോട്ടേക്ക് വന്നിട്ടില്ല. എന്നാൽ അത് വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ഒരു നീക്കമുണ്ടാവാനുള്ള സാധ്യതയും പരിപൂർണമായി തള്ളിക്കളയാനാവില്ല. എന്തായാലും ഡോക്ടർമാരുടെ ഭാഗത്ത് പിഴവ് സംഭവിച്ചോ എന്നുള്ള കാര്യത്തിലടക്കം ഇനി ശാസ്ത്രീയമായ ഒരു അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് അവിടെ നിന്ന് ആളുകളുടെ പ്രതികരണത്തിൽ നിന്നടക്കം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.